ഈ വാർത്തയിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ കോഴിക്കോട് പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. കയ്യിലാവും, നിങ്ങൾ കാണാം, UDFന്റെ കയ്യിലാവും. നാളെ എല്ലാ ദേശീയ നേതാക്കളും വയനാട്ടിലുണ്ട്. റോഡ് ഷോ, അതിൻ്റെ ഇമ്പാക്റ്റ് വയനാട്ടിൽ മാത്രമല്ല കേരളം മുഴുവൻ ഉണ്ടാവും. ഇനി ദേശീയ തലത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ സമയമാണ്. ഇനി ഇന്ത്യ മുന്നണി, ഇനി അതിൻ്റെ സമയമാണ്. BJPയുടെ ഒരു സമയം കഴിയാണ്. തന്നെ അവർക്ക് വേണ്ട എണ്ണം ഇല്ല. തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു ഗവൺമെൻറ്റാണ് നിലവിൽ ഉള്ളത്. പ്രിയങ്കാ ഗാന്ധിയുടെ തകർപ്പൻ ജയത്തോടുകൂടി അതിൻ്റെ അലങ്ങും പിടിയൊക്കെ ഒന്നുകൂടി അഴയും. മാത്രമല്ല ആ മൊമെൻറ്റം അത് ഇന്ത്യയിൽ തന്നെ വലിയ മാറ്റങ്ങളുണ്ടാക്കും. കേരളത്തിൽ നമുക്ക് നല്ലപോലെ അറിയാം, അല്ലെങ്കിൽ തന്നെ ആകെ ചെതൽ പിടിച്ച് നിൽക്കുകയാണ്. ഉപതെരഞ്ഞെടുപ്പിലെ UDFന്റെ ജയം, അതും തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ അവസാനത്തേക്കുള്ള യാത്രയായി. അപ്പോൾ ആ നിലയിൽ തെരഞ്ഞെടുപ്പ് രംഗം മൊത്തത്തിൽ UDFന്റെ കയ്യിലിരിക്കും. നാളത്തോടുകൂടി നമുക്ക് രംഗം കാണാം. അതിനൊന്നും ഒരു പ്രസക്തിയില്ലാന്നേ, ഇതൊന്നും പ്രസക്തിയില്ല. അതിപ്പോൾ ഒരു പേപ്പർ പൂരിപ്പിച്ച് കെട്ടിവെക്കാൻ കാശുണ്ടെങ്കിൽ ആർക്കും വേണമെങ്കിലും ഒരു പത്രസമ്മേളനം നടത്തിയാൽ നിങ്ങൾ കൊടുക്കുമല്ലോ. ശരിയായ ഒരു ഭാരവാഹിത്താൻ ഉണ്ടായാൽ മതി, നിങ്ങൾ കൊടുക്കും. അതുകൊണ്ട് അതിനൊന്നും ഒരു പ്രസക്തിയില്ല. അത് അവിടെ പോയി നോക്കുന്നവർക്കറിയാം. പക്ഷേ ഈ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ അടക്കം പറയുന്നത് ഷാഫി പറമ്പിൽ, ഒപ്പം തന്നെ VD സതീശൻ, ഇവരുടെ ധാർഷ്ട്യമാണ് ഇങ്ങനെ കോൺഗ്രസ് നേതാക്കൾ. അതിപ്പോ കോൺഗ്രസിന് മാത്രമല്ലല്ലോ, ഇടതുവശത്താണല്ലോ ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന അതിലും വലിയതുള്ളത്. അതിലൊന്നും കാര്യമില്ല. അത് അതിൻ്റെതായ വഴിക്ക് നടക്കും. കോൺഗ്രസിനകത്ത് എപ്പോഴും ഇത്തരം ചർച്ചകളൊക്കെ കുറച്ചുണ്ടാകുന്നതാണ്. എന്നിട്ടും ജയിക്കാറുണ്ട്. പാലക്കാട് BJP ജയിക്കാതിരിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് ലക്ഷ്യമെന്ന് PV അൻവർ പറയുന്നത്. പക്ഷെ അവരെ സ്ഥാനാർത്ഥി നിർത്തുകയാണ്. അല്ല, അത് അവർ തീരുമാനിക്കേണ്ട കാര്യം. ഞാനിനിപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് അധികം ചർച്ച ചെയ്യുന്നില്ല. നമ്മളിപ്പോ അത് ഞാൻ പറഞ്ഞു, അതിനെക്കുറിച്ച് അധികം അഭിപ്രായം പറയുന്നില്ല. ഇനിയിപ്പോൾ അങ്ങനെ അഭിപ്രായം പറയേണ്ട അത്യാവശ്യം ഇപ്പം ഇല്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രതികരിച്ച് പോകുമ്പോൾ ഞങ്ങൾ നോക്കേണ്ടത് UDFന്റെ ജയമാണ്. ഇപ്പം നിങ്ങൾ അജണ്ടയാക്കി കൊണ്ടെടുക്കുന്ന എല്ലാ വിഷയത്തെക്കുറിച്ചും അടിക്കടി ഇങ്ങനെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് പറയാനുള്ളത് പിന്നെ എങ്ങനെ പറയാം? അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഇനിയിപ്പോൾ അഭിപ്രായമില്ല. തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ആ വക വിഷയങ്ങളെക്കുറിച്ച് ഇനി യാതൊരു അഭിപ്രായവുമില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നോക്കാം. തെരഞ്ഞെടുപ്പോട് കൂടി എല്ലാ പിന്നെ ഇവിടെ കാലം കഴിയുന്നില്ലല്ലോ, അത് കഴിഞ്ഞിട്ട് നോക്കാം. അല്ല, അതൊക്കെ മുമ്പ് പറഞ്ഞൊക്കെ പറഞ്ഞു. ഇനി അങ്ങോട്ടേ ഇല്ല, അതെല്ലാവരും പറഞ്ഞിട്ടുണ്ടല്ലോ, അത് വേറെ കാര്യം. ഇനിയിപ്പോൾ അതിങ്ങനെ നിങ്ങൾ ആ വിഷയത്തിൽ കേന്ദ്രീകരിക്കണം. ഇവിടെ ഇപ്പോൾ ഇലക്ഷൻ രംഗം ചൂടായി കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ നാളെ പോലെ UDFന്റെ ഒരു ശക്തമായ മൊമെൻറ്റം അത് വരാൻ പോവാണ്. നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. നാളത്തെ ദേശീയ തലത്തിൽ നേതാക്കൾ ലോഞ്ച് ചെയ്യുന്നതോടുകൂടി ഈ ബൈ ഇലക്ഷൻ്റെ ആ രംഗം മുഴുവൻ UDF കയ്യിലെടുക്കാൻ പോകുന്നത് നമുക്ക് കാണാം. വലിയ രാഷ്ട്രീയ മാറ്റം വരാൻ പോവാണ് ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ. അതാണ് പ്രധാനം. ജനങ്ങളുടെ പ്രശ്നമാണ് പ്രശ്നം. ഇപ്പോൾ വയനാട്ടിലാണ് തെരഞ്ഞെടുപ്പ്. വയനാട്ടിൽ നമ്മൾ കണ്ടില്ലേ, ഇപ്പോൾ ഈ ഉരുൾപൊട്ടലുണ്ടായിട്ട് സമയത്ര കഴിഞ്ഞു, ഇതുവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതുവരെ കേന്ദ്ര ഗവൺമെന്റിനും